സർ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഈ ആണവായുധങ്ങൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ആയുധങ്ങളെക്കുറിച്ചെല്ലാം ഇന്ത്യ അടക്കം ചർച്ച ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പക്കലുള്ള ആയുധങ്ങൾ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ശക്തി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയാണ്. അതുപോലെയാണ് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചൊരു പുതിയ വാർത്ത വരുന്നുണ്ട്. അവർ ICBM നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. അവർക്കത് ഒരു വലിയ ശക്തിയായിട്ട് മാറാനുള്ള ആഗ്രഹമുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ എതിരാളികളായിട്ട് കണക്കാക്കുന്നത് റഷ്യ, നോർത്ത് കൊറിയ, അതുപോലെ തന്നെ ചൈന എന്നിവരാണ്. അപ്പോൾ അവിടെ നിന്ന് പാകിസ്ഥാൻ്റെ പേര്, ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ബാർഗെയിനിങ് ആണോ നടത്താനെന്നൊന്നും അറിയില്ല. എന്നാൽ പോലും പാകിസ്ഥാൻ്റെ പേര് ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ ഒരുക്കുന്നു, അത് അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്നു, ട്രംപിന് നെഞ്ചെടുപ്പ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളെല്ലാം മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. താങ്കൾ അത് വീക്ഷിച്ചിരുന്നു. എന്താണ് പാകിസ്ഥാൻ്റെ ഒരു മൂവ്? ഇത് ഒരു ഒന്നും കാണാതെ, ഒരു ലക്ഷ്യം കാണാതെ അവർ ഇതിനകത്ത് മുന്നിട്ടിറങ്ങില്ലല്ലോ. ശരത്ത് പറഞ്ഞ ശരിയാണ്, ഒന്നും കാണാതെ മുന്നിട്ടിറങ്ങില്ല നമ്മുടെ ഫീൽഡ് മാർഷൽ. ഈ ഫീൽഡ് മാർഷൽ മാത്രമല്ല, ഇപ്പം ഈ അസിഫ് മല്ലിക് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ഉണ്ട്. അസിഫ് മല്ലിക് എന്ന് പറഞ്ഞ അവരുടെ ISIയുടെ ചീഫാണ്. ISIയിലും സർവ് ചെയ്ത് അവിടുത്തെ എല്ലാ പരിപാടികളും മനസ്സിലാക്കി, സകല കള്ളത്തരവും കുതന്ത്രവും ഒക്കെ മനസ്സിലാക്കി ചീഫ് ഓഫ് ആർമി ആകുന്ന എനിക്കൊന്നും ഒരാളെ മറ്റേ നേരത്തെ അങ്ങനെ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ ഇയാൾ 2 സ്ഥലത്തിരുന്നിട്ടാണ് പറഞ്ഞത്, നമ്മുടെ ഫീൽഡ് മാർഷൽ മുനീർ. ഇയാൾ ISIയുടെ ചീഫുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാൾ ആർമി ചീഫും ആവുന്നു. അപ്പോൾ അത് ഈസ് ഡെഡ്ലി, മോർ ഡെഡ്ലി ദാൻ ദ ഏർലിയർ ചീഫ്സ് ആൻഡ് ഈസ് എ ഫനറ്റിക്. അപ്പം പിന്നെ ബുദ്ധിയുണ്ട്, കാഞ്ഞ ബുദ്ധിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡെഫിനറ്റ് ഉത്തരം പറയുന്നതിന് മുന്നേ ഈ നമ്മുടെ പാകിസ്ഥാൻ്റെ ചുറ്റിനും നടക്കുന്ന, ഇന്ത്യയുടെ ചുറ്റിനും നടക്കുന്ന ജിയോ പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ ചാടി ഇറങ്ങില്ല. ദർ ആർ ഡെഫിനറ്റ് റീസൺസ് ഫോർ ദാറ്റ്. മുനീർ അവിടെ പോയി ട്രംപിൻ്റെ അടുത്ത് സാർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ടക്കന് ഒരു ഡിവോൾട്ട് സ്റ്റാൻഡ് എടുത്തതെന്ന് പറഞ്ഞ് ഇസ്രയേലിനെ അപലപിച്ചു. അവിടെ ചെന്ന് ട്രംപിനെ കിലുക്കി ഇറാന് പണിയെല്ലാം കൊടുത്ത് തിരിച്ച് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഇസ്രയേലിനെ അപലപിച്ചു. അപ്പോൾ ഇയാളെ 2 ദിവസം മുമ്പ് ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റ് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ കൊടുത്തത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൈന ക്ലോസ് ടു $1 trillion അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാനിൽ. CPEC മറ്റേത് CPECൽ $62-65 billion. പിന്നെ ബെൽറ്റ് ആൻഡ് റോഡ്, ഇങ്ങനെ പല പരിപാടികൾ. പിന്നെ അവിടെ മൈൻസ്, മറ്റേ നമ്മുടെ ബലൂചിസ്ഥാനിലെ മൈൻസ്, പിന്നെ POK വക്കാൻ കോറിഡോറിൻ്റെ ഇപ്പുറത്ത് ചൈനയ്ക്ക് താവളം, ഇങ്ങനെ ഒരുപാട് കലാപരിപാടികൾ ചൈനയ്ക്ക് പാകിസ്ഥാനകത്തുണ്ട്. ഇതെല്ലാം ചൈന പൈസ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് മൊത്തം പൊളിഞ്ഞിരിക്കുക. യൂറോപ്പിലുള്ള ബെൽറ്റ് ആൻഡ് റോഡും സെൻട്രൽ ഏഷ്യ വഴിയുള്ളതും എല്ലാം മൊത്തം പൊളിഞ്ഞുപോയി. അപ്പോൾ ചൈന വലിയൊരു, ശരിക്കും നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ ചൈന കിളി പോയി നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഭയങ്കര അടിയാണ്. ഹുജിൻഡാവോ പിന്നെ വാങ്യാങ് എന്ന് പറഞ്ഞ 2 പ്രബല ലീഡേഴ്സും ഷീ ജി പിങ്ങുമായിട്ട് ഭയങ്കര ഉടമലി കണക്കാണ്. ആര് മുകളിൽ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം പല പ്രധാനപ്പെട്ട മീറ്റിങ്ങിലും ഷീ ജി പിങ് പോകുന്നില്ല, ജലദോഷമാണ്, നടുവേദനയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി മാറി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അവിടുന്ന് സ്ഥലം വിടാൻ പറ്റൂല. സ്ഥലം വിട്ടാൽ തിരിച്ച് കയറാൻ പറ്റില്ല. അങ്ങനത്തെ പിന്നെ അവരുടെ 7-8 ജനറൽസിന് കാണാനില്ല. എന്ന് പറഞ്ഞാൽ ഇയാളുടെ എതിരാളികളാണ്. ഈ ഹുജിൻഡാവോ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യും, വാങ്യാങ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ട് മിലിറ്ററി ജനറൽസ് തന്നെ കാണാനില്ല, ഡിസപ്പിയർ ചെയ്തു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വർഷത്തിനകത്ത് 10-15 മിലിറ്ററി ലീഡേഴ്സിനെ തട്ടിക്കളഞ്ഞു ചൈന, ഷീ ജിൻപിങ്. അപ്പം അവിടെ തന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഈ പ്രശ്നം വരുമ്പോൾ, പാകിസ്ഥാന് പ്രശ്നം വന്നാലും ചൈന പ്രശ്നം വന്നാലും ഇന്ത്യക്ക് പേടിക്കണം. കാരണം അവിടെ പ്രശ്നം വരുമ്പം ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നമ്മളെ കയറി ഒന്ന് മാന്തും.
നമ്മളിവിടുത്തുള്ള വ്യക്തികൾ തമ്മിലുള്ള രണ്ട് വീട്ടുകാർ തമ്മിൽ അടി ഇങ്ങനെ നടക്കുമ്പം ആ ഒരു ശത്രുത ഉണ്ടെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് ഒരു പാവപ്പെട്ട കറി മോൾ ചെയ്യുക. അത് ചൈനയും പാകിസ്ഥാനും പണ്ടേ അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അത് മാത്രമാണെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം. ഇന്ത്യയുടെ അതിർത്തി ഒന്ന് മാന്തിയാൽ, ചൈന മാന്തിയാൽ എന്ത്, നമ്മുടെ ഗൽവാൻ, പിന്നെ ഭൂട്ടാനിലെ അതിർത്തി, അതൊക്കെ മാത്രമാണെങ്കിൽ മനസ്സിലാക്കുക. അത് മാത്രമല്ല, ചൈനയ്ക്ക് അങ്ങനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നമ്മളെ ഇന്ത്യയെ മാത്രം പ്രൊവോക്ക് ചെയ്താൽ പോരാ. ചൈനയ്ക്ക് ഒരുപാട് ദേ ആർ ഫേസിങ് ഹോസ്റ്റ് ഓഫ് പ്രോബ്ലംസ്. ചൈനയുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ ഇൻറ്റേർണൽ ഡിസ്പ്യൂട്ട്, കലഹം, അതിനകത്തുള്ള വലിയ കലഹം. പിന്നെയുള്ളത് അവരുടെ ഈ $1 ട്രില്യൺ മറ്റോ കൊണ്ടുപോയി പാകിസ്ഥാനിലിട്ടു. പിന്നെ അല്ലാതെ ക്ലോസ് ടു $2 ട്രില്യൺ പനാമ, പിന്നെ പനാമയിലൊരു പനാമ പോർട്ടിൽ 3-4 ടെർമിനലുണ്ട്. അതിൽ 3 ടെർമിനൽ മറ്റോ ചൈനയുടെ കയ്യിലാണ്. കഷ്ടകാലത്ത് ട്രംപ് വന്ന് ചാടി അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. അത് ചൈന തീർന്നു. പനാമയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പനാമ, ഗ്രീൻലാൻഡ്, പിന്നെ ഗ്രീൻലാൻഡ്, കാനഡ, പിന്നെ ഈവൻ യൂറോപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ആദ്യം ഇറ്റലിയാണ് ചാടിയത്. ഇറ്റലി സ്ഥലം വിട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഈ ട്രംപും എല്ലാം വന്ന് കയറുന്നു. അപ്പോൾ അവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ $1 ട്രില്യൺ $2 ട്രില്യൺ ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഈ പല സ്ഥലത്ത് കിടക്കുന്നത്. അതൊന്നും ഇനി തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്തത് നമ്മുടെ ഇന്ത്യക്ക് ചുറ്റിനും മറ്റേ സ്ട്രിങ് ഓഫ് പേൾസും മറ്റേ ഇന്ത്യ വരിഞ്ഞ് മുറുക്കി ഇന്ത്യ റെഡി ആയിക്കളയെന്നൊക്കെ പറഞ്ഞ് വന്ന് ഈ മല പോലെ വന്ന് എലി പോലെ ആയെന്ന് പറഞ്ഞ പോലെ ഇപ്പം ആരും അവരുടെ കൂടെ ഇല്ല. ശ്രീലങ്കയിൽ വരാൻ നിവർത്തിയില്ല. പിന്നെ ബംഗ്ലാദേശിൽ നേരാമണ്ണൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. പിന്നെ ആകെയുള്ള ബർമയിലാണ്. അവിടെ തന്നെ അടിയാണ്. ആൻറ്റി ചൈനീസ് ആയിട്ടുള്ള ഒരു മ്യാൻമാർ ഗ്രൂപ്പും അവിടെ ഉണ്ട്. പിന്നെയുള്ള അവരുടെ ഏറ്റവും വലിയൊരു ത്രെട്ട് എന്ന് പറയുന്നത് പിന്നെ ശരത്തിനറിയാമല്ലോ, 17 രാഷ്ട്രങ്ങളുമായിട്ട് ചൈനയ്ക്ക് ഡിസ്പ്യൂട്ടുണ്ട്. അതിൽ 14 സീരിയസ് ഡിസ്പ്യൂട്ട്സ് ആണ്. ഈവൻ പാകിസ്ഥാനായിട്ട് പോലും ഡിസ്പ്യൂട്ടുണ്ട്. പിന്നെ അവർ മച്ചാനുമായിട്ട് നിൽക്കുന്നുണ്ട്. അത് പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. പാകിസ്ഥാനെല്ലാം സമ്മതിച്ചു കൊടുക്കും. പക്ഷേ ഇതിൽ നിന്നെല്ലാം ചൈന വറി ചെയ്യുന്ന ഒരു സംഗതി ഈ റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസി FSB എന്ന് മറ്റാണെന്ന് തോന്നുന്നത്, അവരുടെ ഒരു റിപ്പോർട്ട് ലീക്കായതൊന്നും ആയിരിക്കില്ല, ഇതൊക്കെ വെളിവിട്ടതായിരിക്കും. എന്നിട്ടൊരു അയ്യോ ലീക്കായിട്ടുണ്ട്. അത് പല എപ്പിസോഡിലും നമ്മൾ സൂചിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ചൈന വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് റഷ്യയുടെ. പക്ഷെ ഒരിക്കലും റഷ്യക്കാർക്ക് ചൈനക്കാരെ ഇഷ്ടമല്ല. അത് കൺവീനിയൻറ്റ് ഫ്രണ്ട്ഷിപ്പാണ് ഈ ചൈനയും റഷ്യയും തമ്മിലുള്ള. അപ്പോൾ ഇപ്പം FSB റിപ്പോർട്ട് പ്രകാരം ചൈന റഷ്യയുടെ വെപ്പൺ സയൻസ് അല്ലെങ്കിൽ വെപ്പൺ ഇൻഡസ്ട്രി എയിം ചെയ്യും എന്ന് FSB പറഞ്ഞിരിക്കും. ചൈന റഷ്യ എയിം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചൈനക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ പണിയും പക്ഷെ റഷ്യക്കാർക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ആക്രി സാധനമാണ് കൊടുത്തത് S-400, നല്ല സാധനം കൊടുത്തിട്ടില്ല. അവർ കൊടുക്കില്ല. ഈ ഇന്ത്യക്ക് തന്നിട്ടുള്ള എത്രയോ പല സംഗതികളും ചൈനയ്ക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ റഷ്യക്ക് അറിയാം ഈ ചൈനയുടെ പാസ്റ്റ് ഹിസ്റ്ററിയും അവർക്കറിയാം. അപ്പോൾ ആ FSB റിപ്പോർട്ട് വളരെ ഗുരുതരമാണ്. അപ്പോൾ ചൈനയുടെ നീക്കങ്ങൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചൈന രാവിലെ നേരം വെളുത്ത് ഉടനെ അവരുടെ പീപ്പിൾസ് ഡെയിലിയാണ്, പിന്നെ വേറൊരു ഇംഗ്ലീഷ് ഇതുണ്ട്, പേര് എനിക്ക് മറന്നുപോയി, അവരുടെ ഗ്ലോബൽ ടൈംസ്, അതിൽ ഒക്കെ രാവിലെ അടിച്ചു വയ്ക്കും മറ്റേ മോസ്കോ, അതിൻ്റെ പുതിയ പേര് ചൈനീസ് പേര് ഇതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിക്കും ഇവന്മാർക്ക് വട്ടം എന്തെങ്കിലുമാണ്. റഷ്യയായിട്ട് വളരെ സ്നേഹത്തിയിരിക്കുന്നു, ഉക്രൈൻ വാറുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ വ്ളാഡിവോസ്റ്റോക്കിൻ്റെ അടുത്തുള്ള അവിടെയുള്ള റീജിയൻ മൊത്തം ചൈനീസ് പേരിടുന്നു. നമ്മുടെ അരുണാചൽ പ്രദേശിൻ്റെ പേര് മാറ്റിയതുപോലെ
അതവരുടെ ഒരു 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 വിനോദമാണ്, ഒരു ടെക്നിക്കാണ്. എന്താണ് റഷ്യയുടെ റിയാക്ഷൻ എന്നൊക്കെ ഉള്ളത്. അപ്പം ഈ റഷ്യയുടെ കുറേ ഭാഗങ്ങൾ ചൈനയ്ക്ക് വേണം, അത്യാവശ്യമാണ് എന്നുള്ളതാണ് അവരുടെ പോളിസി. അപ്പം റഷ്യയുടെ ഒരു ഡിസ്പ്ലഷറുണ്ട്. അവർ ഓപ്പണായിട്ട് പറയുന്നില്ലെങ്കിലും റഷ്യയുടെ ഡിസ്പ്ലഷർ. ഇതിൻ്റെ ഇടയിൽ ഒരു 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 ന്യൂസ് വന്നിരുന്നു, ഈ റഷ്യക്കകത്തുള്ള ന്യൂസാണത്. അവിടെ ഏതോ ഒരു മീഡിയ, അവിടുത്തെ മീഡിയ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ പുടിൻ പറഞ്ഞാലേ സോഷ്യൽ മീഡിയ വരുള്ളൂ. ഉക്രൈൻ റഷ്യ വാറിൽ റഷ്യയുടെ കൂടെയാണ് ചൈന. അതേസമയം സമാധാന സേന ഉണ്ടാക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് ഉക്രൈൻ്റെ അടുത്ത് പറഞ്ഞു. അതെങ്ങനെ പറ്റും ചൈനയ്ക്ക്? അപ്പോൾ ബ്ലോയിങ് ഹോട്ട് ആൻഡ് കോൾഡ് പരിപാടിയാണ്. ഇവിടെയും വേണം അവിടെയും വേണം. റഷ്യക്കാരെ ഒന്ന് വരട്ടാനും സമാധാന സേന ഉണ്ടാക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരാം. അതെങ്ങനെ പറ്റും? അപ്പം ഇങ്ങനെ റഷ്യക്ക് വളരെ ഡീപ്പ് സസ്പെഷനുണ്ട്. പക്ഷേ റഷ്യക്ക് ഇന്ത്യയെ സഹായിക്കുന്നതിനും ഇന്ത്യയായിട്ട് ഇടപെടുന്നതിനും റഷ്യക്ക് യാതൊരു മടിയുമില്ല, യാതൊരു ഹെസിറ്റേഷനും ഇല്ല. അപ്പോൾ റഷ്യൻ ഫ്രണ്ട് അത്ര ഓൾറൈറ്റ് അല്ല. കച്ചവടമൊക്കെ നടക്കും, ഓയിൽ കച്ചവടം. ഇനിയിപ്പോൾ കൂടുതൽ റഷ്യൻ ഓയിൽ വാങ്ങാനാണ് ചാൻസ്. ഈ ഹോർമുസ് സ്ട്രൈറ്റ് എങ്ങനെ വരുമെന്നൊന്നും നമുക്ക് പറയാൻ ഒക്കില്ല. ട്രംപ് പറഞ്ഞ് നിങ്ങൾ ഇറാൻ്റെ നിന്ന് ഓയിൽ വാങ്ങിച്ചോളാം. അദ്ദേഹം കിഴക്കോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാണ് മിക്കവാറും അദ്ദേഹം പടിഞ്ഞാട്ടാണ് പോകണം. അപ്പോൾ അങ്ങനെ ചൈന ചോദിക്കാതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പണി ചൈനയ്ക്കോ ഹോർമുസ് സ്ട്രൈറ്റിനോ ഇസ്രയേലോ ട്രംപോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞൂടാ എന്താണെന്ന്, കാത്തിരുന്ന് കാണാം. അപ്പം റഷ്യ അവിടെ ഫെയിലിയറായി. അത് കഴിഞ്ഞ് ചൈന ഒരുപാട് പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നതാണ് സിറിയ, ബാഷർ ആസാദ്. അവിടുന്ന് നമ്മളെ എനിക്കൊന്ന് 3 months or 4 months ബിഫോർ ബാസാദിനെ നമ്മുടെ ഇതിനകത്ത് റഷ്യൻ പ്ലെയിനകത്ത് കയറ്റി ഇങ്ങ് കൊണ്ടുവന്നല്ലോ. അതുവരെ ചൈനയാണ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിന്നത്, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. സിറിയ അദ്ദേഹം ഷിയ കമ്മ്യൂണിറ്റി ഇറാൻ ബാക്ക്ഡാണ്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ ഒരുപാട് അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ജനോസൈഡ് ടൈപ്പിലുള്ള ഇതൊക്കെ ഈ ആസാദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കുടപിടിച്ചിരുന്ന ചൈനയാണ്. പക്ഷെ അദ്ദേഹം പ്ലെയിനിൽ കയറി ഇങ്ങനെ വന്നതിൻ്റെ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് അവിടെയുള്ള ചൈനക്കാരെല്ലാം കിട്ടിയ കപ്പലിലോ ബലൂണിലോ പ്ലെയിനിലോ ഒക്കെ കയറി സ്ഥലം വിട്ടു. കാര്യം അവരെ കൊന്നുകളയും മറ്റവർ. ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റേ അദ്ദേഹം ഉണ്ടല്ലോ ഇപ്പോഴത്തെ പുതിയ ഭരണാധികാരി, ആ ഗ്യാങ് അതൊരു ഒരു റൈവൽ ഗ്യാങ്ങാണ്. അവർ ഈ ചൈനീസ് അന്ന് അവിടെയുള്ള ഈ എക്സ്പെർട്സൊക്കെ ഈ ആസാദിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ചൈനീസ് ഗ്യാങ് എല്ലാം ദേ ടേൺഡ് സിറ്റിംഗ് ഡക്ക്. എപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഫ്ലഡ് എന്നാണ് ന്യൂസ് വന്നത്, ഫ്ലീ ചെയ്തെന്നാണ്. നടന്നു പോണതും ഫ്ലീ ചെയ്തതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പം സിറിയയിൽ അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പോളാർ സീ റൂട്ട് അല്ലെങ്കിൽ നോർത്തേൺ സീ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 സീ റൂട്ടുണ്ട്. ഭയങ്കര സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. ഇതൊക്കെ ചൈനയുടെ പ്ലാനുകളാണ്. അതായത് അവരും ഇങ്ങനെ ഹോംവർക്ക് ചെയ്യും. നമ്മളെ ഇന്ത്യ ചെയ്യുന്ന പോലെ അമേരിക്ക ചെയ്യുന്ന പോലെ ചൈനയും ഹോംവർക്ക് ചെയ്യും. എന്തൊക്കെ സെനോറിയോ. ഇന്ത്യ മലാക്ക സ്ട്രൈറ്റ് ക്ലോസ് ചെയ്താൽ നമ്മൾ എന്തോ ചെയ്യും? ഇവിടെ 20 ദിവസത്തെ ഓയിലേ ഉള്ളൂ, എന്തോ ചെയ്യും? അപ്പം ഓയിൽ വരണം, വേറെ റൂട്ടില്ല. അപ്പം അതിന് കണ്ടുവച്ചിരിക്കുന്ന സാധനമാണ് നോർത്തേൺ സീ റൂട്ടും. അത് ഈ ആർട്ടിക് റീജിയനിൽ കൂടെയൊക്കെ കാനഡയുടെ ഇവിടെ കൂടെയൊക്കെ പോകുന്നതാണ്. പിന്നെ സിൽക്ക് പോളാർ റൂട്ട്, അതാണ് ചൈനയുടെ ഓമന പേര്, സിൽക്ക് പോളാർ റൂട്ട്. സിൽക്ക് മറ്റേ റൂട്ടെന്ന് പറഞ്ഞ പോലെ സിൽക്ക് പോളാർ റൂട്ടാണിത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്ക് വഴി നമുക്ക് യൂറോപ്പിൽ പോകണമെങ്കിൽ ഈ റൂട്ടുകളാണ് നമ്മൾ എടുക്കുന്നത്. റഷ്യയാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. റഷ്യൻ ഷിപ്പ് നമ്മൾ മലാക്ക സ്ട്രൈറ്റിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നത്, അവിടെ റഷ്യയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് US പോകാൻ, ന്യൂയോർക്കിലോട്ടോ ബോസ്റ്റണിലോട്ടോ പോകാൻ, ഷിപ്പിൽ പോകാൻ എബൌട്ട് 6,000-7,000 കിലോമീറ്റർ. അത് ഭയങ്കര ഡിഫറൻസ് അല്ലേ? 7,000 കിലോമീറ്ററൊക്കെ ലാഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സൂയസ് കനാൽ വഴി പോവുകയോ കേപ്പ് ഓഫ് ഗുഡ് ഓഫ് വഴി പോവുക. നമുക്ക് ഈ 2 റൂട്ടല്ലേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇതാണ്. അപ്പോൾ ചൈന ആ റൂട്ടാണ് കണ്ടുവച്ചിരിക്കുന്നത്. മലാക്ക സ്ട്രൈറ്റിൽ ഇന്ത്യ വാർ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്താൽ
ഇന്ത്യയാണ് ബ്ലോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ US എയ്ഡഡ് ബൈ USA. നമ്മൾ പിന്നെ അവിടെ നടക്കണ്ടേ? ഈ ഓയിൽ 6 മാസത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. മേ ബി മാക്സിമം 1 മാസത്തേക്കുള്ള ഓയിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല ആർക്കായിരുന്നാലും. അപ്പോൾ ഓയിൽ ഇങ്ങനെ വരണമല്ലോ. അപ്പോൾ അതിനുള്ള റൂട്ട് കണ്ടുവച്ചിരുന്നത് ഇവിടെയാണ്. പിന്നെ അത് റഷ്യയുടെ സഹായത്തോടെയാണ്. പിന്നെ എത്രയോ ബില്യൺ, എനിക്ക് തോന്നുന്നു അത് എല്ലാം കൂടെ തന്നെ ക്ലോസ് ടു $1 trillion ഈ ആർട്ടിക് റീജിയണിലും പിന്നെ ഈ റൂട്ടിലൊരു കുഴപ്പമുണ്ട്. 4 മാസം 5 മാസം മറ്റേ പോവുള്ളൂ, ബാക്കി ഭയങ്കര ഐസല്ലേ. അപ്പം അതിനാണ് റഷ്യ പോവും. റഷ്യ ഐസ് ബ്രേക്കർ വെച്ചിട്ടാണ് പോകുന്നത്. ഐസ് ബ്രേക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇവന്മാർ 7 ഐസ് ബ്രേക്കർ അവിടെ ഇട്ടിട്ടുണ്ട് ചൈന. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻ്റാണ്. പിന്നെ അവിടെ മൈനുണ്ട്, ആർട്ടിക് മൈൻ. അപ്പോൾ മൈൻ കുഴിച്ചെടുക്കാനെന്ന് പറഞ്ഞിട്ട് അത് ഈ FSB റിപ്പോർട്ടിലുണ്ട്. റഷ്യയുടെ സീക്രട്ട് ഏജൻസിയുടെ ആ റിപ്പോർട്ടിലുണ്ട്. ഇവന്മാർ പിന്നെ ഈ ചൈനീസ് പിന്നെ മൈൻ കുഴിച്ചെടുക്കാൻ മറ്റേ അവിടെ നാവിഗേഷൻ എയ്ഡ്, ഈ ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് എയ്ഡായിട്ട് പല ഗാഡ്ജറ്റ്സൊക്കെ വെക്കണം. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏകദേശം $1 trillion മറ്റോ അവരവിടെ ഇൻവെസ്റ്റ് ചെയ്ത. അതിൻ്റെ ഇടയിൽ FSB പറയുന്നത് ഇവന്മാരവിടെ മിലിറ്ററി ഓപ്പറേഷൻസാണ് ചെയ്യുന്നതെന്ന് രഹസ്യമായിട്ട്. മിലിറ്ററി ഓപ്പറേഷൻസ് റഷ്യ വിലക്കിയിട്ടുണ്ട്, അത് പാടില്ല. അപ്പോൾ മൈനാണെന്നൊക്കെ പറഞ്ഞ് ചൈനീസ് ഫ്ലാഗും വെച്ച് പിന്നെ ചൈനക്കാർ മാത്രമേ ഉള്ളൂ അവിടെ. റഷ്യക്കാർ അവിടെ പോയി നോക്കാറില്ല. സാറ്റലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി അങ്ങനെയായിരിക്കും മനസ്സിലാക്കിയത്. മിലിറ്ററി ഇൻസ്റ്റാളേഷൻസാണ് ചൈന അത് ചെയ്യുന്നത്. അപ്പോൾ അത് റഷ്യ ബ്ലോക്ക് ചെയ്തു. അതാണ് ഇവർ തമ്മിലുള്ള ഒരു ഡിസ്ലൈക്കിനിൻ്റെ ഒരു കാര്യം, തുടക്കം അതൊക്കെയാണ്. അപ്പോൾ അവിടെ ഫെയിലായി. പിന്നെ ഇറാനും ഇതിൽ ഈ ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ ഈ ഇറാൻ മിസൈലൊക്കെ വിട്ട് കുറച്ച് നാശങ്ങളൊക്കെ ഉണ്ടാക്കി. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. റഷ്യക്കാർ പോലും നല്ല സാധനങ്ങൾ നമ്മുടെ ഇതുപോലെ S-400 അല്ലെങ്കിൽ S-300 കൊടുത്തിരിക്കുന്നത്. S-300 ഓൾഡ് ജനറേഷനാണ്. റഷ്യയുടെ അഡ്വാൻസ്ഡ് 5th generation എയർക്രാഫ്റ്റ് ഒന്നും ഇറാൻ്റെയിലില്ല. ഇറാൻ പ്രിഫർ ചെയ്തത് ചൈനീസാണ് പലതും. പഴയ റഷ്യനും പിന്നെ ഇപ്പോഴത്തെ ചൈനീസ് ആർമമെൻറ്റ്സ് ഒക്കെയാണ് അവർ പ്രിഫർ ചെയ്തത്. അപ്പോൾ അതങ്ങ് എക്സ്പോസ്ഡായി. ആക്ച്വലി ഇതെല്ലാം ഉണ്ടായിട്ടും ബങ്കർ ബസ്റ്റർ വന്നത് ശരി, അതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലാണ് വന്നത്. ഡീപ്പായിട്ടുള്ള ഒന്നും എടുക്കാനാണ് അത് വന്നത്. അവിടെ മാത്രമേ അമേരിക്ക ബോംബ് ചെയ്തുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ബോംബിങ് മുഴുക്ക നടത്തി തകർത്തത്, പൾവറൈസ് ചെയ്തത് ഇസ്രായേലാണ്. അപ്പോൾ ഇതിനെല്ലാം ഗാർഡ് ചെയ്തിരുന്നത് ചൈനീസാണ്. ഈ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതിനെ മുതല കടിച്ചെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് ഇപ്പോൾ ചൈന. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാൻ യുദ്ധം നടത്തിയപ്പം പാകിസ്ഥാനിൽ കയറി വി റൂൾ ദ റൂസ്റ്റ്. ആരും ചലഞ്ച് ചെയ്യാനില്ലായിരുന്നു. നമ്മളെല്ലാം കണ്ടതാണ് സിന്ദൂർ 1. അതിൻ്റെ അപ്പം തന്നെ ചൈനീസ് സാധനങ്ങളൊന്നും ആരും വാങ്ങാൻ ഉണ്ടായിരുന്നത് തന്നെ ക്യാൻസൽ ചെയ്തു പല രാജ്യങ്ങൾ. ഇനിയിപ്പോൾ ചൈനീസ് സാധനം വേണ്ട എന്നോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഈ മുതല കടിച്ചെന്ന് പറഞ്ഞ പോലെ ഈ ഇസ്രായേൽ യുദ്ധം വന്നപ്പം ഈ ഇസ്രായേലിന് ഇത്രയും കയറി തേർവാഴ്ച നടത്താൻ പറ്റിയത് ചൈനീസ് സാധനങ്ങളാണ്. ചൈനീസ് സാധനങ്ങളെ ഡീആക്ടിവേറ്റ് ചെയ്താണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ചൈന വാസ് എക്സ്പോസ്ഡ് കണ്ടിന്യൂസ്ലി അടുത്തടുത്തായിട്ട് ഒരു 10-15-20 ദിവസത്തിൻ്റെ ഇൻ്റർവെല്ലിൽ ചൈനീസ് സാധനങ്ങൾ ആക്രി സാധനങ്ങളാണ്. ഇനിയിപ്പം അവരുടെ ന്യൂക്ലിയർ ബോംബ് മാത്രമേ ഇനി ആക്രിയാണോ അല്ലയോ എന്ന് അറിയാനുള്ളൂ. ബാക്കിയെല്ലാം ആക്രി സാധനങ്ങളാണെന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കി. അപ്പം ഇസ്രയേൽ എക്സ്പോസ് ചെയ്തു ചൈന. അപ്പം സിറിയയിൽ പ്രശ്നം, റഷ്യയിൽ പ്രശ്നം, ഇറാനിൽ പ്രശ്നം, പാകിസ്ഥാൻ സ്വന്തം മച്ചാനായിരുന്ന പാകിസ്ഥാൻ ഇപ്പം മറ്റേ ഇവരുടെ കൂടെ ട്രംപിൻ്റെ കൂടെ പോകുമോ എന്നൊക്കെയുള്ള പ്രശ്നം. അപ്പോൾ ചൈന ഇൻവെസ്റ്റ് ചെയ്ത് വല്ല പൈസയൊക്കെ വരും, അതെല്ലാം നമ്മൾ വെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങും ഒന്നുമില്ല, ബിഗ് സീറോ. അപ്പോൾ ചൈന പിന്നെ അതിൻ്റെ കൂടെ അതിനകത്ത് ഊജന്താവും മറ്റേ ബാച്ചും എല്ലാം കൂടെ തമ്മിൽ അടിയും ബഹളം. അപ്പം എന്നാലും ചൈന ചുമ്മാ ഇരിക്കില്ലല്ലോ. പാകിസ്ഥാനിലെ മുനീർ തിരിച്ചു വന്നപ്പം മുനീറിനെ വിരട്ടിക്കണം.
ഞാൻ അമേരിക്ക വരട്ടിയതുപോലെ അമേരിക്ക നമ്മളിപ്പം ഓരോന്ന് ട്രിക്കിൾ ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. എന്തിനാണ് മുനീറിനെ അമേരിക്ക വിളിച്ചത്? അതിലൊന്ന് ഇതാണ്, ICBMൻ്റെ കാര്യം ട്രംപ് പറഞ്ഞ് തന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞു. നീ ICBM അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ തിരിച്ചു വന്ന ശേഷം ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ ഇസ്രായേലിനെ അമേരിക്ക അവലോകിച്ചു, കണ്ടം ചെയ്തു, ICBM ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് ചൈനയെ സന്തോഷിപ്പിക്കാനാണ്. ചൈന പറഞ്ഞാണ്, എടാ നീ ഇത്രയും പൈസ നമ്മുടെ നിന്ന് വാങ്ങിച്ച് നീ ഇവിടെ എന്തായിരുന്നു ബഹളം, നീ നമ്മുടെ സ്വന്തം ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പം എന്തോന്ന് കാണിച്ചത് എന്നാൽ പിന്നെ നമുക്കറിഞ്ഞൂടാ എന്തൊക്കെയാണ് പരിപാടികളാണ് ഈ ചൈന ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഒന്നാമത് നമ്മൾ ആരെയും കുറച്ച് കാണിക്കുന്നതൊന്നുമല്ല, പക്ഷേ റിപ്പോർട്ടഡ് ഹിസ്റ്ററി അങ്ങനെയാണ്. ഈ പാകിസ്ഥാൻ ജനറൽസും ഈ പാകിസ്ഥാൻ മിലിറ്ററി ഓഫീസേഴ്സൊക്കെ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫാണ് അവർ അവിടെ ജീവിക്കുന്നത്. ഇപ്പം ഈ സിന്ദൂറിൽ തോറ്റതിന് എല്ലാവർക്കും 50,000 രൂപ, താഴെ തൊട്ട് മുകളിൽ വരെ 50,000, 5 ലക്ഷം മറ്റേ വെച്ചങ്ങ് ഓർഡറാക്കി അവരെ അങ്ങ് പാമ്പർ ചെയ്ത് മോളിക്കോട്ടൽ ആയിട്ടുള്ള. കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവ് ഡൽഹിയിലുണ്ടായിരുന്നു, ഇപ്പോഴല്ല 25 ഇയേഴ്സിന് മുമ്പ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നൊരു ഡെലിഗേഷൻ വന്നിരുന്നു. അപ്പം നമ്മുടെ എൻ്റെ ആ റിലേറ്റീവ് ചേതൊക്കെ സ്കൂട്ടർ എടുത്ത് വെച്ച്, അദ്ദേഹം വിംഗ് കമാൻഡർ റാങ്കിലുള്ള ആളാണ്, ചേത സ്കൂട്ടർ എടുത്ത് വെച്ച് ഉച്ചയ്ക്ക് ലഞ്ചിന് പോകാൻ ചവിട്ടിയിട്ട് സ്റ്റാർട്ടായില്ല, പിന്നെ സ്റ്റാർട്ടാക്കി പോയി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അടുത്ത് വെച്ച് ഞങ്ങൾ അവിടെ ഈ വിംഗ് കമാൻഡർ അല്ലെങ്കിൽ കേണൽ ഓടിക്കുന്നത് ഇതൊന്നുമല്ല, ഞങ്ങൾ ടയോട്ടയാണ് ഞങ്ങൾക്കെല്ലാം അലോട്ട് ചെയ്തിരിക്കുന്നത്, പിന്നെ അതിൻ്റെ മുകളിലുള്ളവർക്ക് ബെൻസ് കൊടുത്തിരിക്കുകയാണ്. സത്യമായ കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ ചൈനീസ് ടൂർ നടത്തും, പാകിസ്ഥാനി മിലിറ്ററി ഓഫീസേഴ്സ്. ചൈനയിൽ മാത്രമല്ല, ഇവർ അസർബൈജാൻ, അവരുടെ വേണ്ടപ്പെട്ട തുർക്കി, ഇവിടെ എല്ലാം ഇവർ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മുഗൾ രാജാക്കന്മാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവർക്ക് കൊടുക്കുന്നത്. അവിടെ ഡെഫിനറ്റായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും. നമുക്ക് എത്രയോ നോവൽസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവർക്ക് ഭയങ്കര എസ്പിയനേജാണ് MSS ഈ ചൈനയുടെ. അവർ യുവമാരുടെ കംപ്ലീറ്റ് വീഡിയോ പിടിച്ചു. യുവമാരവിടെ പോയാൽ തന്നെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇതുപോലുള്ള പല സംവിധാനങ്ങൾ. ഇവർക്കിതിനാണ് താല്പര്യം. നമ്മളിപ്പോൾ പല പല ന്യൂസുകളും വരുന്നുണ്ടല്ലോ, ഈ ചില രാജ്യങ്ങളുടെ മിലിറ്ററി ഓഫീസേഴ്സ് ട്രെയിനിങ്ങിന് പോയിട്ട് അവരവിടെ ആ രാജ്യങ്ങളിൽ ട്രെയിനിങ്ങിന് പോവാതെ ഇവർ വേറെ എവിടെയൊക്കെ പോയെന്നുള്ളത് ഇപ്പോൾ പല പത്രങ്ങളിലെ കൂടെയൊക്കെ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴിയൊക്കെ. അപ്പോൾ അതേപോലെ യുവന്മാരുടെ എല്ലാം പിന്നെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അവർ. ഞാൻ എടുക്കില്ല, ഞാനാണ് അവിടുത്തെ റോയുടെ ഓഫീസർ അല്ലെങ്കിൽ ചൈനയുടെ റെസ്പോൺസിബിൾ ഓഫീസർ, എസ്പിയോനേജൻ്റ് ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടും ഇതെല്ലാം എടുത്തു വയ്ക്കും. കാരണം ഞാൻ എപ്പോഴാണ് നമുക്കിത് ഉപകാരപ്പെടുന്നു പറയാൻ ഒക്കില്ല. ഇതെല്ലാം കോംപ്രമൈസിങ് പൊസിഷനുള്ള വീഡിയോമാർ മൊത്തം എടുത്തു വയ്ക്കും. അതിന് ഒരു സംശയം വേണ്ട. അതിന് അവർ മാസ്റ്റേഴ്സാണ്, ഈ റഷ്യൻസും ചൈനീസും. പക്ഷേ റഷ്യൻസാണ് ഇതിൻ്റെ മാസ്റ്റേഴ്സ്, ഈ ഫീമെയിൽസിനെ ഉപയോഗിച്ചിട്ട് ഉള്ള ആളുകളെ ട്രാപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ചൈനീസ് അതിൻ്റെ മുകളിൽ പോയിരിക്കുകയാണ്. ചൈനയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ ചില സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ പറയും, ചൈനയിൽ പോകണം, സൂക്ഷിച്ചു വേണം. ചൈനയിൽ പോയാൽ എല്ലാവരുടെയും വീഡിയോ അവർ പിടിക്കും. എപ്പോഴാണ് ഇത് ഇന്ത്യക്കെതിരായിട്ട് ഇത് ഉപകാരപ്പെടും? നമുക്ക് ഇവന്മാരെല്ലാം സോഴ്സാണ്. ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് സോഴ്സാണ്. ചൈനീസ് ചൈനക്കാരുടെ മൊത്തം ഡീറ്റെയിൽസ് നടന്നു പോയാൽ തന്നെ ഫേഷ്യൽ ഫീച്ചേഴ്സും മറ്റൊന്നും മറിച്ചത് ആരാ എന്താന്നൊക്കെ അവർ ഫിലിം ചെയ്യുന്നു, അവർ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇന്ത്യ പോലുള്ള രാഷ്ട്രം അല്ലെങ്കിൽ പാകിസ്ഥാനീസിന് ഇവന്മാർ ശരിയല്ല, ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നു, പക്ഷെ നാളെ ഇവന്മാർ ഇവന്മാരെ പൂട്ടണം എന്നുള്ളതിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കാണും. അതുമല്ല വെച്ചിട്ടാണോ മുനീറിനെ വരട്ടിയെന്ന് ഇപ്പോൾ ബലമായി സംശയിക്കേണ്ടി. ഇനി ഇത്ര പെട്ടെന്ന് മുനീർ എങ്ങനെ മാറി ഡിവോൾട്ട് സ്റ്റാൻഡ് എടുത്തു? അത് എന്തോ ദർ ഈസ് സംതിങ് ഇൻ ഇറ്റ്. നമ്മുടെ ഫ്രണ്ട്സിനത്തെ പറയും, ഈ ചൈനീസ് കാറ് വാങ്ങിക്കരുത്. 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 4 ലക്ഷം രൂപ നമ്മൾ ടെററിസ്റ്റിന് പോകും. ആ പൈസ കറങ്ങി തിരിഞ്ഞു വരും. പിന്നെ ചൈനയെ പോകരുത്. ഈ ചൈനീസ് ചില കക്ഷികളുമായിട്ട് ഡീല് ചെയ്യരുത്. വേറെ രാജ്യത്തായിരുന്നാലും ചൈനയ്ക്ക് അവിടെ ടെൻറ്റക്കിൾസ് ഉണ്ട്. അവർ ഈസി ആയിട്ട് അത് റെക്കോർഡ് ചെയ്ത് നാളെ കാലത്ത് 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇത് പുറത്തു കൊണ്ടുവരുന്നവർ.
അപ്പം പിന്നെ അപ്പം ചൈന ഈസ് വെരി മച്ച് ഡിസ്റ്റർബ്ഡ്. ഈ ചൈന ഈസ് ആക്ച്വലി ഗ്രൗളിങ്. അതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റിലൊരു സംഭവം നടന്നത് കഴിഞ്ഞ ആഴ്ചയിൽ SCO ഷാങ്ഹായ് മറ്റേ കോൺഫറൻസ്, ഷാങ്ഹായിലൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിംഗ് എന്ന് അങ്ങനെ എന്താ പറഞ്ഞത്. അത് 10 രാജ്യങ്ങളാണുള്ളത്. പാകിസ്ഥാനും ഇന്ത്യയും 2017 ചേർത്ത്. ചൈനയാണ് തുടങ്ങിയത്. ആദ്യം 5 രാഷ്ട്രങ്ങളായിട്ടാണ് തുടങ്ങിയത്. അപ്പം അവിടെ പോയത് നമ്മുടെ ഇദ്ദേഹമാണ്, അജിത് ഡോവൽ സാറാണ് പോയത്. അപ്പം അവിടെ പോയി നമ്മൾ ആ കമ്മ്യൂണിക്കയിൽ ഒപ്പിട്ടില്ല. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻകാർ മുനീർ എഴുതി കൊടുത്ത പോലെയാണ് ആ കമ്മ്യൂണിക്ക. അതിനകത്ത് നമ്മുടെ സിന്ദൂറോ അല്ല ഇവിടെ പഹൽഗാം മറ്റൊക്കെ ഒന്നുമില്ല. അതിന് പകരം ബലൂചിസ്ഥാനിൽ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ദൂരെ കൂടെ നമുക്കൊരു കുത്തും, അതായത് അത് ചില നെയ്ബേഴ്സും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്തതാണ്, അത് ഞങ്ങൾ ശക്തിയുക്തം അവലംബിക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ പഹൽഗാമിൽ നടന്നതോ ഒന്നും മിണ്ടുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. നമ്മൾ ഒപ്പിടാതെ തിരിച്ചു. അങ്ങനെ ഒപ്പിടാതെ തിരിച്ചു എന്ന് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് 4-5 ദിവസം മുമ്പ് ഉദ്ധംപൂറിൽ ഈ മറ്റേ വൈഷ്ണവി ഇതിന് പോകുന്ന ടെമ്പിളിലേക്ക് പിൽഗ്രിമേജിന് പോകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉദ്ധംപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ഒരു വലിയൊരു ഭീകരനെ പിടിച്ചു. വേറെ 3 പേരെ നമ്മൾ തട്ടി. അത് ഈ പഹൽഗാം ഇതിന് ശേഷം ഉള്ളൊരു മേജർ സംഭവമാണ്. അത് അവർ ടെററിസ്റ്റ്, സപ്പോസ് ഇവരെ ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ. അപ്പം സിന്ദൂർ 2 നമ്മുടെ മോഡിജി പറഞ്ഞത് കറക്റ്റാണ്. സിന്ദൂർ കൺക്ലൂഡ് ചെയ്തിട്ടില്ല. സിന്ദൂർ 2 എപ്പം വേണമെങ്കിലും നമ്മൾ ചിലപ്പോൾ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനിയുള്ള ഒരു 3 months നമ്മൾ വളരെ സൂക്ഷിച്ചിരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഈസ് ഇൻകൊറിജിബിൾ. ഒരിക്കലും അവർ നന്നാവില്ല. അവർ എന്തോ പരിപാടി അവരിട്ടിട്ടുണ്ട്, ആക്റ്റീവ്ലി എയ്ഡഡ് ബൈ ചൈന. റഷ്യ ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഇന്ത്യക്ക് നേരത്തെ 3 സ്ക്വാഡ്രൺ ഇതായിരുന്നു, അതായത് S-400 5 കരാറിൽ 2012 കരാർ ചെയ്തു. പക്ഷെ അന്ന് യുക്രൈൻ വിഷയമൊക്കെ വന്നപ്പോഴത്തേക്കും അത് മാറി 3 കൊടുത്തു. പിന്നെ 2 പിന്നെ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന് പകരമായിട്ട് റിപ്പോർട്ടുകളാണ്, ഇതിൽ എത്രത്തോളം സ്ഥിരീകരണം ഉണ്ടെന്നറിയില്ല, ഇന്ത്യ കാണിച്ച മാന്യതയുടെ പേരിൽ റഷ്യ ഒരു പക്ഷേ S-500 പോലും കൊടുക്കും, അവരുടെ തദ്ദേശീയമായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്, അത് ഇന്ത്യക്ക് നൽകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിൻ്റെ മാന്യതയുടെ പേരിൽ. ഇപ്പോൾ 2 കൊടുക്കാനുണ്ടല്ലോ, 2027 അത് സജ്ജമാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ റഷ്യ ഒന്നും നേരത്തെ പറയുന്നത് റഷ്യ ഒന്നും കാണാതെ ആയിരിക്കും കൊടുത്തത്. അതേപോലെ ഈ ഒരു വിഷയങ്ങളെ കൂടി കണക്ട് ചെയ്ത്, പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആരോപണം നേരത്തെ പറയും ICBM വിരട്ടലൊക്കെ വരുത്തുമ്പോൾ തന്നെ റഷ്യ ഇതിനകത്തൊരു കണക്ഷൻ വരുന്നുണ്ടോ എന്നൊരു ചർച്ച കൂടി വരുന്നുണ്ട്. ഈ റഷ്യയും ഇന്ത്യയും തമ്മിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നത് റഷ്യക്കാരും ഇന്ത്യക്കാരും കൂടെ വിചാരിച്ചിട്ട് വെളിയിൽ കൊടുക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും പുറത്തു വരില്ല. ഇന്ത്യയിൽ ഭയങ്കര ട്രാൻസ്പെറൻസിയും ഡെമോക്രസിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഡിഫൻസ് സീക്രറ്റ്സ് സൂക്ഷിക്കാൻ നമ്മൾ വളരെ മിടുക്കരാണ്. നമ്മുടെ ചരിത്രം അങ്ങനെയാണ് തെളിയിക്കുന്നത്. ഞാൻ ബുഷിൻ്റെ CIA ഡയറക്ടറായിരുന്നു ബുഷ്, പഴയ അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്തു, വെളിയിൽ പറഞ്ഞില്ല, യു ആർ ഡിസ്മിസ്ഡ് ഫോർ ദിസ്. ഇതാണ് കാരണം. 1974 ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ അമേരിക്കയ്ക്ക് ഭയങ്കര ഷെൽ ഷോക്ക്ഡ് ആയിപ്പോയി അമേരിക്ക. അപ്പം നമ്മൾ സീക്രറ്റ്സ് കീപ്പ് ചെയ്യാൻ നമ്മളൊട്ടും മോശമൊന്നുമല്ല, നല്ല ഒരു പെർഫോമൻസ് ആണ്. നേരത്തെ എങ്ങനെ അല്ലായിരുന്നു, നമുക്കൊരു ആണവരാജ്യം എങ്ങനെ പാകിസ്ഥാൻ ആയതെന്നുള്ളൊരു ചർച്ചകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ ആണവരാജ്യമായത് എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ലീഡറിന്റെ അബദ്ധം കൊണ്ട് പറ്റുന്നതല്ല. അത് തന്നെ ഞാൻ പറഞ്ഞ അതല്ല, അത് തന്നെ പൊളിറ്റിക്കൽ നേതൃത്വമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അത് റോയെ പിരിച്ചുവിട്ടില്ലേ, വേറെ ആരുമല്ല, മൊറാർജി ദേശായി ഉണ്ടായിരുന്നപ്പോഴും പിന്നെ വേറൊരാളുണ്ടായിരുന്നു, എപ്പോഴും പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇവരുടെ 2 പേരുടെ ഭരണകാലത്താണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെയൊക്കെ നടന്നത്. പക്ഷേ എന്നും പറഞ്ഞ് അത് നമ്മുടെ ഡിഫൻസ് പേഴ്സണലിൻ്റെ വീക്ക്നെസ്സോ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കാര്യശേഷി ഇല്ലായ്മയൊന്നും അല്ല. അത് നമ്മുടെ ഡിഫൻസ്, നമുക്ക് പലതും ഇവിടെ കുറ്റം പറയാനുണ്ട്. ഇന്ത്യൻ സിസ്റ്റം ഈസ് വെരി ബാഡ്. പക്ഷേ നമുക്ക് ടാറ്റ, പിന്നെ ISRO, DRDO,
പിന്നെ നമ്മുടെ ഇത് ആംഡ് ഫോഴ്സസ്, ഇത് 4 ലോകത്തിലെ ടോപ്പാണ്. ദേ ആർ ഇൻ പാർ വിത്ത് എനി ബെസ്റ്റ് സബ്ലൈം. ഇസ്രയേലോ റഷ്യയോ അമേരിക്ക അവരുടെ കൂടെ തന്നെ മികച്ചതാണ്, ആ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ്. അപ്പം അതിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ നേതൃത്വമാണ് ഇത് വേണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം റഷ്യയും ഇന്ത്യയും വെളിയിൽ കൊടുക്കുന്ന ന്യൂസ് പറയുള്ളൂ. S-400 ഇവിടെ ഉണ്ടാക്കിയാലും പറയില്ല. ഈ അതുകൊണ്ട് ശരത്ത് നേരത്തെ ഒരു കാര്യം ചോദിച്ചാൽ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, അതിന് ഞാൻ ഉത്തരം പറഞ്ഞില്ല. ഈ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ശരത്തിൻ്റെ തുടക്കം അതായിരുന്നു, നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് നമ്മൾ പറയില്ല. നമ്മൾ നേരത്തെ പിന്നെ തമാശയായിട്ട് സർക്കാസ്റ്റിക്കലായിട്ട് അല്ല ഒരു ജോക്ക് പോലെ നമ്മൾ പറഞ്ഞെങ്കിലും, ഈ മിശ്രി സാറ് വന്ന് എന്തോന്നാണ് പറയണമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് നമ്മുടെ ഒരു സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വിട്ടുവരാറില്ല. ഈ നമ്മുടെ കയ്യിൽ എന്ത് സാധനം ഉണ്ടെന്ന് ഇപ്പോൾ ശരത്തിനോ എനിക്കോ ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ ഇല്ല, അറിഞ്ഞൂടാ. അത് വെളിയിൽ നിന്നൊക്കെയാണ് പലരും പറഞ്ഞത് മറ്റേ സാധനമൊക്കെ ഉണ്ട്, അത് അങ്ങോട്ട് വിട്ടു ഇങ്ങോട്ട്. നമ്മുടെ കയ്യിൽ എന്താ കാളി എന്നൊക്കെ പറഞ്ഞ് ലൈസർ ബീം ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ വരെ ഉണ്ടെന്ന് പറയുന്നു, നമുക്കറിയാം. പിന്നെ ഇതാണ് നമ്മുടെ ബങ്കർ ബസ്റ്റർ, നമ്മുടെ ഇന്ത്യൻ പതിപ്പുണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ട്. എവിടുന്ന് തനിക്ക് ഇത് കിട്ടി ഇപ്പം പറയണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതുണ്ട്, ന്യൂക്ലിയർ ബോംബ് അല്ലാതെ വേറെ ന്യൂട്രോൺ ബോംബുണ്ട് നമുക്ക്. ഈ ന്യൂക്ലിയർ ബോംബ് ന്യൂട്രോൺ ബോംബിലെ വ്യത്യാസം അറിയാമല്ലോ. അതൊന്നും നമ്മൾ പറയില്ല. നമ്മൾ ഈ പാകിസ്ഥാൻ പറയുമ്പോൾ ഈ മിസൈൽ അവിടെ ചെല്ലും, ഇത് അങ്ങോട്ട് വന്നാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ പറയില്ല. ന്യൂട്രോൺ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ആളുകൾ കൊല്ലപ്പെടും. പിന്നെ മറ്റേ റേഡിയേഷനും മറ്റേ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാവില്ല, നാശമുണ്ടാവില്ല. അപ്പോൾ ആ സ്ഥലത്ത് പോയി നമുക്ക് വീണ്ടും കൺട്രോൾ ചെയ്യാം, ഫീൽഡ് ചെയ്യാം. ആറ്റം ബോംബ് അങ്ങനെയല്ലല്ലോ, ഹൈഡ്രജൻ ആറ്റം ബോംബ് പിന്നെ അവിടെ ആർക്കും പോകാൻ പറ്റില്ല 25-30 വർഷത്തേക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ള രഹസ്യങ്ങൾ നമുക്കുണ്ട്, നമ്മളായിട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനും മെഡിറ്റേഷൻ വഴി എടുക്കുന്നതല്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുകയും വായിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് അതൊക്കെ അബ്സല്യൂട്ട്ലി എക്സലൻ്റ് ആണ്. നമ്മുടെ സീക്രട്ടൊന്നും വെളിയിൽ പോകുകയൊന്നുമില്ല. പിന്നെ നേരത്തെ ഞാൻ ഈ ചൈനയുടെ ഒരു വീക്ക്നെസ് പറഞ്ഞപ്പോൾ ഒരെണ്ണം വിട്ടുപോയി. ഈ സെൻട്രൽ ഏഷ്യ എന്ന് പറഞ്ഞാൽ 5 രാജ്യങ്ങളുണ്ട്. സെൻട്രൽ ഏഷ്യ, ടാജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇങ്ങനെ പറഞ്ഞ 5 രാജ്യങ്ങളുണ്ട്. പ്ലസ് മംഗോളിയ അതിനകത്ത് വരും. ഈ 6 രാഷ്ട്രങ്ങളിലും ചൈന ഒരുപാട് പൈസ കൊണ്ടിറക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന് തലവയ്ക്കാൻ കൊടുത്ത പോലെ അത് മൊത്തം പിടിക്കുക എന്നുള്ളതാണ്. മംഗോളിയയുടെ ബോർഡർ കിടക്കുകയാണ് ചൈന. പക്ഷെ റഷ്യ സമ്മതിക്കില്ല. മിലിറ്ററിലി ഈ എക്കണോമിക് ഒരുപാട് സമ്പത്ത് പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റഷ്യ ഇപ്പോഴും ഈ ഇവരെ 5 റിപ്പബ്ലിക് സ്ഥാൻ എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെ 5 റിപ്പബ്ലിക് സ്ഥാൻ എന്നാണ് പറയുന്നത്. ഈ 5 റിപ്പബ്ലിക് സ്ഥാനിലും റഷ്യയുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻ സൂപ്പറാണ്. അവിടെ ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു വറിയിങ് ഫാക്ടറാണ് ചൈനയ്ക്ക്. ചൈന ആകെ ഗ്ലൂമിയാണ്. ഈ പിന്നെ ഇവനെ മുനീറിനെ വിളിച്ച് ഇങ്ങനെ ഇളക്കി വിട്ട് ICBM ഉണ്ടാകും. പിന്നെ ICBM നമ്മളെ ഉദ്ദേശിച്ചല്ല. പക്ഷെ ഇപ്പം ഇയാൾ പറയണത് ഈ സിന്ദൂറിൽ ഇങ്ങനെയൊക്കെ ഭയങ്കര ബാക്ക്ലാഷ് ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ICBM, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന്. കഴിഞ്ഞ ICBM എന്ന് പറഞ്ഞാൽ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ എബോവ് 6000 കിലോമീറ്റർ, അതാണ് അതിൻ്റെ റേഞ്ച്, എബോവ് 6000 കിലോമീറ്റർ. നമുക്ക് ICBM ഉണ്ട്. നമ്മൾ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മുടെ ചില യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഒക്കെ ചാടി ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ ഒഫീഷ്യലായിട്ട് ഇസ്രായേൽ ചെയ്യുന്നവല്ല, ഇസ്രായേൽ അനുഭവം ഉണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതേപോലെ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ICBM യൂറോപ്പിനെയും അമേരിക്കയും വരട്ടാനാണ് പാകിസ്ഥാൻ ICBM വിഭാവനം ചെയ്യുന്നത്. പക്ഷേ അവരുടെ പൈസ ഇല്ല. ഈ എലിവിഷം വാങ്ങിച്ച് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ, എലിവിഷം വാങ്ങിക്കാൻ പോലും അവരുടെ പൈസ ഇല്ല. പിന്നെ ഇത് എന്തിനാ പിന്നെ ഇയാളിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ
ഈ അമേരിക്കയും വേൾഡ് ബാങ്ക് IMF ഒക്കെ കൊണ്ട് കൊടുക്കുകയില്ലേ, പിന്നെ ചൈന ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം. പിന്നെ ചൈനയുടെ എപ്പോഴും ഒരു ഇതാണല്ലോ, നമ്മുടെ ഹമാസാണല്ലോ, മറ്റേ ഹുത്തിയാണല്ലോ പാകിസ്ഥാൻ ചൈനയുടെ. നേരത്തെ നോർത്ത് കൊറിയ ആയിരുന്നു. നോർത്ത് കൊറിയ ദത്തെടുത്തതായിരുന്നു ചൈന. പക്ഷേ അവരുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വരെ ചൈനീസ് സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഇപ്പം നോർത്ത് കൊറിയ കൂടോടെ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് നോർത്ത് കൊറിയ റഷ്യയിലൂടെ. അപ്പോൾ അതും ചൈനയ്ക്ക് ഒരു വലിയ തിരിച്ചടിയായി. ഇനിയിപ്പം പ്യൂട്ടിനും നമ്മുടെ ഇദ്ദേഹവും തമ്മിലൊരു ഇത് വരുന്നുണ്ട്, ഒരു മീറ്റിംഗ് വരുന്നുണ്ട് താമസിയാതെ. ഒക്ടോബറിന് മുമ്പോ മറ്റാണ്, ഡേറ്റ് ഒന്നും ഫൈനലൈസ് ചെയ്യില്ലെന്നാണ്, മോഡിജിയായിട്ട്. അതിന് മുന്നേ എന്തൊക്കെ വേണം എന്നുള്ളത് പോയി ഡ്രാഫ്റ്റ് തയ്യാറാക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ആ കരാർ ഒപ്പിടും. അത് എന്തൊക്കെ പുറത്ത് പറയും എന്തൊക്കെ പുറത്ത് പറയില്ല എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞൂടാ. എന്നിരുന്നാലും റഷ്യയായിട്ട് ഇന്ത്യ ഭയങ്കരമായിട്ട് അടുക്കാൻ പോവുകയാണ്. USA അതിനകത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ സാധനം ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഇവിടെ വിൽക്കണം, ഓക്കെ കൊണ്ടുവന്നോ, ആളുകൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രേഡ് കരാറൊക്കെ ഒപ്പിടും. പിന്നെ ആപ്പിൾ ഫോൺ ഇവിടെ ഉണ്ടാക്കുമായിരിക്കാം. പക്ഷേ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് കാര്യം. നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളെ മുനീറിനെ വിളിച്ച് ചൈനയായിട്ട് ഇപ്പോൾ ട്രേഡ് പാക്ട് ഒപ്പിട്ടെന്ന് പറയുന്നു. ഞാൻ എന്നാലെന്നാണ് ഇതിപ്പോൾ ട്രംപ് ഉടനെ ചൈനയ്ക്ക് വിസിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് എന്തും ആകാം. ഇന്ത്യ ഇട്ട് കഴിഞ്ഞാൽ വള്ളിക്കളസം, അമേരിക്ക ഇട്ട് കഴിഞ്ഞാൽ USA ഇട്ട് കഴിഞ്ഞാൽ അത് ബർമുഡ. ആ പരിപാടി പറ്റില്ല എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് കുറച്ച് നാളുകൊണ്ട് പറയുന്നുണ്ട്. നമ്മളത് നടപ്പിലാക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ പോവും. പക്ഷേ ഈ സിന്ദൂർ 2 ഇങ്ങനെ ആലോചിക്കുന്നു പറഞ്ഞാൽ എന്തോ ഒരു പ്ലാൻ ചെയ്യുന്നത് ചൈനയും പാകിസ്ഥാനും. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സംതിങ് ഫിഷി ഗോയിങ് ഓൺ. അത് ഇന്ത്യ ഈസ് അവെയർ. നമ്മളതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ഉണ്ടാകുമോ, അതോ ഇവിടെ വന്ന് വല്ലവനും കയറി മേഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അങ്ങ് തീർത്തേക്കുക. നമ്മളത് ചെയ്തില്ല കഴിഞ്ഞ പ്രാവശ്യം. നമ്മുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻ അല്ല അവർ അറ്റാക്ക് ചെയ്തത് പാകിസ്ഥാൻ. നമ്മുടെ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും നോൺ മിലിറ്ററി കോംപ്ലക്സും ഇൻഡസ്ട്രിയൽ ഇത് പിന്നെ ജനങ്ങൾ പാർക്കുന്ന അവിടെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ചൈന പാകിസ്ഥാൻ വഴി. അപ്പോൾ അടുത്ത വാറിൽ അതൊക്കെ അവിടെയൊക്കെ ഒരു നാശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ മറ്റേ GDP റേറ്റ് കുറയും. ചൈനയുടെ എന്തായാലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈനയ്ക്കൊരു വലിയ വറിയാണ് ഇന്ത്യ ഇങ്ങനെ ഇപ്പോൾ ഉടനെ തന്നെ 3rd ലാർജസ്റ്റ് എക്കോണമിയാവുമെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്ത്യ ഇകഴ്ത്താനായിട്ട് ഈ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. നമുക്ക് കുറച്ച് ആ ഇന്ത്യയുടെ കുതിപ്പ് കുറച്ചൊന്ന് കുറയും എന്ന് പറഞ്ഞ് അങ്ങനെ വേറെ വലിയൊരു നാശമൊന്നും ഉണ്ടാവില്ല. ഒരു ഓപ്പൺ വാർ ോട്ട് പോകില്ലായിരിക്കാം. അസിമെട്രിക് വാറാണ് പാകിസ്ഥാൻ ട്രൈ ചെയ്യുന്നത്. ചൈന പാകിസ്ഥാനെ വിട്ട് ട്രൈ ചെയ്യുന്നത്. അതിനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മറ്റേ ഉധംപൂറിലെ അറ്റാക്ക്. പിന്നെ നമ്മുടെ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു ഷോക്കിംഗ് ഒരു റിവലേഷൻ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അവിടെ പോയി ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിങ്ങിന്. അതായത് ഞങ്ങളും ചൈനയും തമ്മിൽ സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റലിജൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് സിന്ദൂർ വാറിന്. ഇത് നമുക്ക് നേരത്തെ അറിയാം. സ്ഥലത്തിനും അറിയാം, എനിക്കും അറിയാം. ചൈനയും അതിന് ഇയാൾ വിളിച്ചു പറയേണ്ട കാര്യമില്ല. പക്ഷെ അയാളിപ്പോൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ചക്കപ്പുഴ ഈച്ചയും തമ്മിലുള്ള ബന്ധമാണ് എന്നൊക്കെ ഇയാൾ അവിടെ പോയിരുന്നു പറഞ്ഞിരിക്കുന്നു. നമ്മുടെ അജിത് ഡോൾ സാറൊക്കെ അവിടെ ഇരിക്കുക. അപ്പോൾ ദേ ആർ പ്ലാനിങ് സംതിങ് ഈസ് അപ്പ് ദെയർ സ്ലീവ്. എന്താണെന്ന് അറിഞ്ഞൂടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ല, അത് ഏറ്റവും ഒരു കോൺട്രവേഴ്സി എനിക്കൊരു തോന്നലാണ്. അതായത് ഇന്ത്യക്ക് അത് നേരിട്ടൊരു വെല്ലുവിളിയാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയെ ലക്ഷ്യമിട്ടാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷഹീൻ 3 പോലുള്ള മിസൈലുകളുണ്ട്. 2700 റേഞ്ച് എന്തോ വരുന്നത്, അത് തന്നെ ധാരാളം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറയുക ഓവർ 6000 റേഞ്ച് വരുന്ന ഇത്തരത്തിലുള്ള ICBMകൾ നിർമ്മിക്കുന്നത് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അത് കൊള്ളുന്നു, യൂറോപ്പിനും വരുന്നത്. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ വരുന്നത്
അമേരിക്കയെ കേന്ദ്രീകരിച്ചാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ അമേരിക്കയും അതുപോലെ തന്നെ അവർ ഭരണം നടത്തുന്ന ഇടങ്ങളിലും ഭീഷണിയാകുമോ, ആണവ എതിരാളിയാകുമോ എന്ന് കോർണർ ചെയ്താണ് പാകിസ്ഥാൻ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്, ഇപ്പം മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇതെങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അമേരിക്ക ഇവരെ ഭയക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനമായിട്ട് നമുക്ക് നിർത്തായിരിക്കും. അല്ല, അമേരിക്ക ഭയമൊന്നും ഉണ്ടാവില്ല അമേരിക്കയ്ക്ക്, ട്രംപിനും എല്ലാം. പക്ഷേ ഈ ട്രംപിൻ്റെ കൂടെ ഈ പാകിസ്ഥാന് ഇഷ്ടമുള്ളൊരു വലിയ ഗ്രൂപ്പുണ്ട്. എന്നുവെച്ചാൽ പൈസ അവർ കറക്റ്റ് 100 കോടി കിട്ടിയാൽ കറക്റ്റ് 50 കോടി തിരിച്ചിങ്ങ് തരും അമേരിക്ക. ടാക്സ് അവനിൽ എവിടെയെങ്കിലും കൊണ്ട് തിരിച്ച് പാകിസ്ഥാനി ജനറൽസ് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത് അവർക്കറിയാം. അപ്പം ട്രംപിൻ്റെ കൂടെ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. അവർക്ക് പാകിസ്ഥാനെ എപ്പോഴും ഇഷ്ടമാണ്. പിന്നെ പേടിയൊന്നുമില്ല പാകിസ്ഥാന്. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഇവർ ICBM ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ പാകിസ്ഥാന് ഇറാനെ ചെയ്തതുപോലെ ഇസ്രായേൽ ഫ്രണ്ടിൽ വരും. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് പണ്ടേ പാകിസ്ഥാനൊരു നോട്ടമുണ്ട്. രാജീവ് ജി ഇവിടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് പാർലമെൻറ്റിൽ പറഞ്ഞ് ഇസ്രായേൽ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല, കഹൂട്ടർ ന്യൂക്ലിയർ പ്ലാന്റ് ബോംബ് ചെയ്യണ സഹായം ഞങ്ങളുടെ ചോദിച്ചിട്ടില്ല. ചോദിച്ചു. അന്ന് ഇറാനൊക്കെ ന്യൂക്ലിയർ സ്പെല്ലിംഗ് പോലും അറിഞ്ഞുകൊള്ളാത്ത സമയമാണ്. അന്ന് ഇവന്മാർ ബോംബ് ഉണ്ടാക്കുമ്പോൾ എൻറിച്ച്മെൻറ്റ് ഇവിടെയാണ്, കഹൂട്ടയിലാണ്, ഞങ്ങൾ ബോംബ് ചെയ്തോണം. പക്ഷെ അന്ന് ഇത്രയും വലിയ ലോങ് ഡിസ്റ്റൻസ് ബോംബറില്ല. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ റീഫ്യൂൽ ചെയ്യാൻ ഇന്ത്യ സൗകര്യം തരണമെന്നാണ്. പക്ഷെ നമ്മൾ കൊടുത്തില്ല. ഇസ്രായേൽ അന്നേ നോക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും അവർ നോക്കി വെച്ചിരിക്കുക തന്നെയാണ്. പിന്നെ ഈ അമേരിക്കയ്ക്ക് അവിടെ ഒരുപാട് ചക്രം അടിക്കുന്ന പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇസ്രായേൽ മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിന് ഒരു ഇനി രക്ഷയില്ല. ഇവ ICBM ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ചൈനയുടെ തന്നെ പൈസ വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ചൈനയുടെ തന്നെ ഒരു ICBM, അങ്ങനെയും സാധിക്കാമല്ലോ. ചൈനയുടെ തന്നെ ഒരു ICBM, ഒരു 4-5 ICBM അവിടെ കൊണ്ടുവച്ച് ചൈനീസ് എപ്പോഴും ചൈനീസ് സയൻറ്റിസ്റ്റ് അമേരിക്കൻ സയൻറ്റിസ്റ്റ് പാകിസ്ഥാനിൽ കൂടെ ഉണ്ട്. അവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുകളിൽ അൽ ബഷീർ ഇത് 8,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ പോകുന്നൊക്കെ എഴുതി വയ്ക്കാൻ അവർ മുതിർന്നാൽ നാശമാണ്. പാകിസ്ഥാനെ ഇസ്രായേലും US കൂടെ റെഡിയാക്കും. അതിന് ഒരു സംശയം വേണ്ട. അതല്ലെങ്കിലും റെഡിയാക്കും ശരത്തെ. കാര്യം എന്ന് പറഞ്ഞാൽ അത് ലോങ് ടൈമിനാണ് റെഡിയാക്കുന്നത്. പിന്നെ ഇവർക്ക് അത്യാവശ്യമാണ് ഉടനെ തന്നെ ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആകാം, ഇസ്രായേലും US-ഉം. അപ്പം നമ്മളും കൂടെ അങ്ങ് ജോയിൻ ചെയ്യും. അപ്പം എൻ്റെ പോയിൻ്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നത്, ഈ സിന്ദൂർ 2 ഉണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും നമ്മുടെ അത് ഇതൊക്കെ ഗോൾഡൻ ടെമ്പിളിനെ ടാർഗറ്റ് ചെയ്തെന്ന് പറയപ്പെടുന്നു. നമ്മുടെ മിസൈൽ തട്ടിക്കളഞ്ഞെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യണമായിരുന്നെന്ന് ഞാൻ പറയും. അടുത്ത പ്രാവശ്യം ഒന്നും നോക്കണ്ട, അവരെ പൾവറൈസ് ചെയ്യുക. ഇറാനെ ചെയ്തതുപോലെ തന്നെ പാകിസ്ഥാനെ പൾവറൈസ് ചെയ്യുക. ഇറാനെ പോലെ തിരിച്ചു വരാനുള്ള റെസീലിയൻസ് ഒന്നും പാകിസ്ഥാനീസിനില്ല. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർക്കില്ല. ഇറാൻ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇവർക്കതില്ല. ദേ ഷുഡ് ബി ബോംബ് ടു സ്റ്റോൺ ഏജ്. ഇനി അവർക്കൊരു അവസരം കൊടുത്തിട്ട് കാര്യമില്ല. കൊടുത്താൽ ഇതുപോലെ ചൈനയെ പോലുള്ള രാഷ്ട്രങ്ങൾ നമുക്കെതിരായിട്ട് ഉപയോഗിക്കും, ഈ ഹുത്തീസിനെ പോലെ പാകിസ്ഥാന്. അപ്പം പാകിസ്ഥാൻ വിനാശകാല വിപരീത ബുദ്ധി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വളരെ നന്ദി സർ. വന്ദേ മാതരം.